അടിമാലിയിൽ കൂമ്പൻപാറയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരു മരണം സംഭവിച്ചു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ സുരേഷാണ് തത്സമയ വിവരങ്ങളുമായി അവിടെ നിന്നും ചേരുന്നത്. രാഹുൽ, സ്ഥലത്തെത്തിയ ജനപ്രതിനിധികളൊക്കെ പ്രതികരണം അറിയിച്ചിരുന്നു. അവരടക്കം പറയുന്നത് എന്താണ്? ഇനിയിപ്പോൾ കൂടുതൽ പേരെത്താനുള്ള സാധ്യതയുണ്ടോ? റോഷി, ജനപ്രതിനിധികൾ എത്തി. ഇന്നലെ രാത്രി തന്നെ എത്തിയിരുന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ, സ്ഥലം MP ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസ്, സംഭവ സ്ഥലത്തെ MLA ആയിട്ടുള്ള രാജ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെല്ലാം തന്നെ എത്തിയിരുന്നു. അപ്പോൾ അവരോടെല്ലാം ഈ ആളുകളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പരാതി ഉന്നയിച്ചിരുന്നു. അതിന് പ്രധാനപ്പെട്ട പരാതികളായി പറഞ്ഞത് ഈ ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അനധികൃതമായി ഇവിടെ മണ്ണെടുത്തതാണ് ഇത്തരത്തിൽ അപകടത്തിന് കാരണമായത് എന്നതായിരുന്നു അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം. അതിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, ആളുകൾക്ക് പരാതി ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ അന്വേഷണം നടത്താം, അതിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാം എന്നാണ് ജനപ്രതിനിധികൾ ഇവർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. കാരണം രാത്രി സമയമായതിനാൽ ആ രണ്ടുപേരെയും പുറത്തെടുക്കുക എന്ന കാര്യത്തിനായിരുന്നു പ്രധാനമായും പരിഗണന നൽകിയിരുന്നത്. അപ്പോൾ ആളുകളുടെ പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാം എന്നാണ് അവർ നൽകിയ ഒരു ഉറപ്പായി പറയുന്നത്. മറ്റൊരു കാര്യം, അടിമാലി പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പറഞ്ഞത് ഈ ആളുകളെ 22ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് രേഖാമൂലം ഒരു അറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്തത്. മറ്റൊരു അറിയിപ്പോ അല്ലെങ്കിൽ മറ്റൊരു ഇടപെടലോ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. 22 കുടുംബങ്ങളെ എങ്ങോട്ട് മാറ്റണം എന്നതിൽ പോലും ഒരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇവർ തന്നെയാണ് ഗവൺമെന്റ് സ്കൂളിൽ താൽക്കാലികമായി സംവിധാനം ഒരുക്കിക്കൊണ്ട് മാറ്റുകയും ചെയ്തത്. അപ്പോഴും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾക്ക് പ്രാഥമികമായി ലഭിക്കേണ്ട സൗകര്യങ്ങൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ ഒരു അപകടം ഉണ്ടാവുമ്പോൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ അത്തരത്തിൽ അപകടാവസ്ഥ ഉണ്ടാവുമ്പോൾ ചെയ്യേണ്ട യാതൊരു നടപടിയും ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്ന് പഞ്ചായത്ത് അധികൃതരും ഇവിടുത്തെ സ്ഥലം വാർഡ് മെമ്പറും ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരുടെയൊക്കെ ഭാഗത്ത് ഒരു അനാസ്ഥ ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൂടാതെ ഈ കോൺക്രീറ്റ് പാളി ഉൾപ്പെടെ താഴേക്ക് തകർന്നു വീഴണമെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ വഴിയുടെ വീതി കൂട്ടാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ മണ്ണെടുത്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ മണ്ണെടുത്ത് മാറ്റുമ്പോൾ അപ്പോൾ തന്നെ ഈ കോൺക്രീറ്റ് സുരക്ഷാ ഭിത്തി കെട്ടേണ്ടതാണ്. പക്ഷേ ഒരു ഭാഗത്ത് കെട്ടിയിട്ടുണ്ട്, ഒരു ഭാഗത്ത് കെട്ടിയിട്ടില്ല. അങ്ങനെയാണ് വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ് വീഴുകയും ചെയ്തത്. ഇപ്പോഴും ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോഴും അപകടാവസ്ഥയിൽ മൺകൂന അങ്ങനെ തന്നെ നിൽക്കുകയാണ്. വലിയ ആഴത്തിൽ, അതായത് പൊക്കത്തിലാണ് ഇപ്പോഴും അപകട ഭീഷണി സൃഷ്ടിച്ചുകൊണ്ട് ഈ മൺകൂന സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നത്. ഒരു മഴ പെയ്താൽ ഉടൻ തന്നെ അത് നിലം പൊത്തുന്ന സാഹചര്യമുണ്ട്. അതുകൂടാതെ നാട്ടുകാർ പറഞ്ഞ മറ്റൊരു കാര്യം, ഇവിടെയുള്ള ഈ പാറകളൊക്കെ പൊട്ടിക്കാൻ വേണ്ടി കംപ്രസർ ഉപയോഗിച്ചുകൊണ്ട് പാറയിൽ വലിയ രീതിയിൽ പ്രഷർ നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഈ മേൽമണ്ണൊക്കെ ഇളകി പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് ഈ മണ്ണിടിഞ്ഞ് താഴേക്ക് വരാൻ കാരണമായതെന്ന് പറയുന്നു. കാരണം കുറെ 500 മീറ്ററും 1 കിലോമീറ്ററും താഴെയുള്ള ആളുകളുടെ പറമ്പിലും വീടിലും വരെ ഇതിന്റെ ഒരു പ്രകമ്പനം, ഈ പാറ പൊട്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രകമ്പനം ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ആരോപണങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെ പറയുമ്പോഴും രാത്രിയിൽ ഉണ്ടായ ഒരു അപകടത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ കുറിച്ച് ആളുകൾക്കാണെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് പറയാനാണെങ്കിൽ 100 കാര്യങ്ങളാണ്. അതുകൂടാതെ അവരുടെ മൂത്ത മകൻ നഷ്ടപ്പെട്ടിട്ട് ഏതാണ്ട് 1 വർഷം പിന്നിടുമ്പോഴാണ് ആ കുടുംബത്തിൽ ഒരാൾ കൂടി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ സങ്കടം ദുഃഖമൊക്കെ ഇരട്ടിയാക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരാൾ കൂടിയാണ് മരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ സന്ധ്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, സന്ധ്യ ഇവിടെ തൊട്ടടുത്തുള്ള മിൽമ പാൽ സൊസൈറ്റിയിൽ ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത്. മകൾ കോട്ടയത്തെ നഴ്സിംഗ് കോളേജിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയായിട്ട് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് കുടുംബത്തിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് ഇവരുടെ കുടുംബ വീടുള്ളത്. ആ കുടുംബ വീട്ടിലേക്ക് താൽക്കാലികമായി മാറിക്കോളാം എന്ന ഒരു ഉറപ്പിന്റെ പുറത്തായിരുന്നു ക്യാമ്പിലേക്ക് പോകാതെ ഇവർ ഇവിടെ തന്നെ നിന്നിരുന്നത്. പക്ഷേ ആ കുടുംബ വീട്ടിൽ പോയ ശേഷം ഇവിടേക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ രേഖകൾ എടുക്കാനോ എന്തോ ആവശ്യത്തിന് വന്നതാണ്. ആ സമയത്താണ് അപ്രതീക്ഷിതമായി വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴുകയും ഈ വീട് പൂർണ്ണമായി തകരുകയും അവർ അതിനടിയിൽ കുടുങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെ തകർന്നു, ഇലക്ട്രിക് ലൈനുകൾ ഉൾപ്പെടെ തകർന്നു. അതെല്ലാം ഇപ്പോഴും നിലംപതിച്ച് കിടക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. ഈ മണ്ണിനടിയിൽ ഇവിടുത്തെ ഈ വീടിന്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെയുണ്ട്. പൂർണ്ണമായി തകർന്ന 2 വീടുകളുടെ അവശിഷ്ടങ്ങൾ ഈ മണ്ണിനടിയിലാണുള്ളത്. അതുകൂടാതെ ഈ പ്രദേശത്തെ വളർത്തു മൃഗങ്ങൾ ഉൾപ്പെടെ ഈ മണ്ണിനടിയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അങ്ങനെ ഈ ദുരന്ത ഭൂമി എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ ഒരു സങ്കട കാഴ്ചകൾ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. റോഷ്നി, ഇനിയിപ്പോൾ ഇവിടെ താമസിച്ചിരുന്ന, ഈ ഉന്നതിയിൽ താമസിച്ചിരുന്ന കൂടുതൽ ആളുകൾ എത്തുമ്പോൾ ഹൃദയംഗമമായ ഒരു
സങ്കട കാഴ്ചകൾ തന്നെയായിരിക്കും അപ്പോഴും ഉണ്ടാകാൻ പോവുക. ഒരുപക്ഷെ പ്രതിഷേധ സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. കാരണം ആളുകളുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ അപകട സാധ്യത നിലനിൽക്കുമ്പോഴും അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ട അല്ലെങ്കിൽ സുരക്ഷയൊരുക്കാൻ വേണ്ട നടപടി ആരുടെയും ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നതിൽ വലിയ രീതിയിൽ ആളുകൾക്ക് പ്രതിഷേധമുണ്ട്. ഒരുപക്ഷെ അത് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ വലിയ പ്രതിഷേധത്തിന് തന്നെ ഇവിടെ സാക്ഷ്യം വഹിക്കുകയും ചെയ്തിരിക്കാം. ഒപ്പം ബിജുവിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ നടക്കാനാണ് സാധ്യത. ഇൻക്വസ്റ്റ് നടപടികൾ ആശുപത്രിയിലാണ് ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണം. അതിനുശേഷം താലൂക്ക് ആശുപത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഒരുപക്ഷെ താലൂക്ക് ആശുപത്രിയിൽ തന്നെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യുക. അതിനുശേഷമായിരിക്കും ബന്ധു വീട്ടിലേക്ക്, അതായത് ഈ വീട് തകർന്നു പോയതിനാൽ ഇവിടെ എന്തായാലും സംസ്കാര ചടങ്ങുകൾ നടക്കുക അസാധ്യമാണ്. അതുകൊണ്ട് ബന്ധു വീട്ടിൽ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കാൻ പോവുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ സന്ധ്യയുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച ഒരു വ്യക്തമായ ഒരു വിവരവും എന്താണ് ഉണ്ടായിട്ടുള്ള പരിക്ക് എന്നതും ഉടൻ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. റോഷ്നി. മനസ്സിലായി. ഇടുക്കി ഇപ്പം അടിമാലിക്ക് സമീപം മണ്ണിടിച്ചിൽ ഒരാൾ മരണപ്പെട്ട ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സന്ധ്യയെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് വിദഗ്ധ ചികിത്സയ്ക്കായി. രാജഗിരി ആശുപത്രിയിലാണ് സന്ധ്യയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ മരണപ്പെട്ട ബിജു, അദ്ദേഹം മരണപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫൈസൽ ഹംസയിലേക്ക് പോകാം. ഫൈസൽ, ബിജു, നമ്മുടെ ഈ ഒരു അപകടത്തിൽ മരിച്ച ബിജുവിൻ്റെ മൃതദേഹം ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയാണോ? പോസ്റ്റ്മോർട്ടം നടപടികൾ എന്താണ്? അത്തരം വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭിക്കുന്നത്? പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പെട്ടെന്ന് തന്നെ മൃതദേഹം സംസ്കരിക്കാനുള്ള നടപടിക്രമങ്ങൾ തന്നെയാകും പെട്ടെന്ന് തന്നെ നടത്തുക. എന്തായാലും വലിയ ദുരന്തമാണ് ഉണ്ടായത്. അല്പസമയം മുമ്പ് മാത്രമാണ് ബിജുവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. 5 മണിയോടുകൂടെ മാത്രമാണ് ബിജുവിനെ പുറത്തെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ആശുപത്രിയിൽ എത്തിച്ചിട്ട് മണിക്കൂറുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതിനുശേഷമാകും എപ്പോഴാകും പോസ്റ്റ്മോർട്ടം നടത്തുക, അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുക, അത്തരം കാര്യങ്ങളിലേക്കെല്ലാം കടക്കുക. എന്തായാലും സന്ധ്യയെ ഇപ്പോൾ എറണാകുളം രാജഗിരി ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സന്ധ്യയുടെ പരിക്കും ഗുരുതരമാണ് എന്ന് തന്നെയാണ് അറിയുന്നത്. കാലിലെ പരിക്കാണ് ഗുരുതരമാണ് എന്നറിയുന്നത്. കാരണം നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഈ കോൺക്രീറ്റ് പാളികൾ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ കോൺക്രീറ്റ് പാളികൾ ഒന്നായി അടർന്ന് വീണ് ഇവരുടെ കാലുകളിൽ കൂടി പതിച്ചു എന്നുള്ളതായിരുന്നു രക്ഷാപ്രവർത്തകർ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യം ആ ഭാഗത്ത് കൂടിയാണ് അവരെ പുറത്തെടുക്കുന്നത്. ഏറെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു അത്. കാരണം ഇവർ ഈ വീടിൻ്റെ അവശിഷ്ടങ്ങളിൽ തകർന്ന് വീടിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഈ രക്ഷാപ്രവർത്തകർക്ക് നേരാവണ്ണം അതിനകത്തേക്ക് കയറാനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല. വളരെ നേരിയ ഒരു വിടവിലൂടെ മാത്രമാണ് ഈ രക്ഷാപ്രവർത്തകർ അകത്തേക്ക് കടക്കുന്നതും. പിന്നീട് ഈ വീടിൻ്റെ സൺഷേഡ് ആയിരുന്നു പ്രധാനമായും അകത്തേക്ക് കടക്കാനുള്ള ഒരു പ്രയാസം സൃഷ്ടിച്ചിരുന്നത്. അത് തകർത്തുകൊണ്ട് അവരെ പുറത്തെടുക്കുകയും ആണ് ഉണ്ടായിരുന്നത്. ഇവർ ഹാളിലായിരുന്നു. പക്ഷെ കാലിലേക്ക് ഈ വീടിൻ്റെ അവശിഷ്ടങ്ങൾ ഈ മണ്ണ് വീണ ഒരു വലിയ ശക്തിയിൽ അവരുടെ കാലിലേക്ക് വീണതാണ് വലിയ ഒരു അപകടമുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ കാലിലെ പരിക്ക് ഗുരുതരമാണ് എന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. രക്തക്കുഴലിന് ക്ഷതം സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. ഇടത്തെ കാലിലേക്ക് രക്തയോട്ടം വളരെ കുറവാണെന്നും ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇക്കാര്യത്തിൽ ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കുമോ എന്നുള്ള രീതിയിലും ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. അക്കാര്യത്തിലെല്ലാം നമുക്കറിയാം, ഒരു അപകടം നടന്ന് അതിൻ്റെ ദീർഘമായ ഏതാണ്ട് 6 മണിക്കൂറിലേറെ നീണ്ട രക്ഷാപ്രവർത്തനം. പിന്നീട് അവരെ ആദ്യം സന്ധ്യയെ പുറത്തെടുക്കുന്നു. 3 മണിയോടുകൂടിയാണ് പുറത്തെടുക്കുന്നത്. ഏതാണ്ട് 5 മണിക്കൂർ നീണ്ട ഒരു രക്ഷാപ്രവർത്തനം. അതിനുശേഷം അവരെ ആദ്യം താലൂക്ക് ആശുപത്രിയിലേക്ക്, സർക്കാർ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം രാജഗിരി ആശുപത്രിയിൽ എത്തിക്കുന്നു. പ്രാഥമിക ചികിത്സയാണ്. പിന്നീട് ഇനി കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമാകും ഏത് തരത്തിലാണ് ഒരു ശസ്ത്രക്രിയ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം തീരുമാനമാവുക. എന്തായാലും മെഡിക്കൽ ബുള്ളറ്റിൻ അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ആശുപത്രി
ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഭർത്താവ് ബിജുവിന് ഇന്നലെ ഒരു രാവ് ഇരുട്ടി വെളുക്കുമ്പോൾ വളരെ നമുക്കറിയാം വലിയ ഒരു ദുരന്തമാണ് അടിമാലിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ മുഴുവൻ കേരളം പ്രാർത്ഥനയിലായിരുന്നു ഈ ദമ്പതികൾക്കായി. ഇത്തരമൊരു ദുരന്തമുണ്ടാകുന്നതിൻ്റെ തൊട്ടു പിന്നാലെ രാത്രി 10:30 കൂടിയാണ് അറിയുന്നത് 2 പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളത്. അവരെ ജീവനോടെ പുറത്തെടുക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയിലായിരുന്നു. പക്ഷേ ഒരാളുടെ ജീവൻ മാത്രമേ നമുക്ക് രക്ഷിക്കാനായുള്ളൂ എന്നുള്ളതാണ്. ബിജു ഈ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ, ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമായി വരുന്നേ ഉള്ളൂ. ബിജുവിനെ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിട്ട് ഏതാണ്ട് 2 മണിക്കൂർ ആകുന്നുള്ളൂ എന്നുള്ളതാണ് അതിനുള്ള ഒരു കാരണം. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് ലഭ്യമാകും. യെസ്, അതാണ് കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം നമുക്ക്.